ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. അവിടെ നടക്കുന്ന ഫൈറ്റിന്റെ ഒടുവിൽ വില്ലന്മാരിൽ ഒരാൾ ഹീറോയിനെ വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളിയിടുന്നു. നമുക്ക് പോയാലോ ശ്യാമേ? പോകാൻ തോന്നുന്നില്ല ഏട്ടത്തി. ഇങ്ങനെയാകുമ്പോ മോളുടെ അടുത്ത് തന്നെ നിൽക്കുന്നൊരു ഫീലുണ്ട്. ശരി. ഹേയ് രാധിക, എന്താ സർ? താനെന്തിനാ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? തനിക്ക് ഫുഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തിനാ സർ അങ്ങനെ ഒരു പ്രത്യേകത? ഞാൻ ഇവരുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാം. സി രാധിക, സിനിമയ്ക്ക് ചില രീതികളുണ്ട്. അത് പെട്ടെന്നൊന്നും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. താൻ വരൂ, നമുക്കൊന്നിച്ചിരിക്കാം. സർ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നോണ്ട് എന്താ? അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് കൊണ്ടൊന്നുമില്ല. പക്ഷെ അതല്ലല്ലോ സിസ്റ്റം. അതൊക്കെ നമ്മൾ വിചാരിച്ച മാറ്റാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ഇവരൊക്കെ രാവിലെ മുതൽ കഷ്ടപ്പെടുന്നു, നമ്മളും കഷ്ടപ്പെടുന്നു. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? എല്ലാരും ഒരുപോലെയാണെന്ന് നമ്മൾ നല്ല ഉറക്കെ പറയുമല്ലോ സർ. എന്നിട്ടോ നമ്മളാരും അത് കാണിക്കുകയില്ല. അതെങ്ങനെ ശരിയാവുന്നേ? പിന്നെ എന്റെ കാര്യം, ഈ നിൽക്കുന്ന ഒരാളെക്കാളും വലുതൊന്നും അല്ല ഞാൻ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ, ദാരിദ്ര്യമുള്ളൊരു അച്ഛനും മോളും. എനിക്കിങ്ങനെ കഴിച്ചാലേ ഇറങ്ങൂ. ശിവോ, എന്താ സാർ? ഇനി മുതൽ എല്ലാവർക്കും ഭക്ഷണം ഒരുപോലെ വിളമ്പിയാൽ മതി. പ്രത്യേകിച്ച് അങ്ങനെ സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. അല്ല സാറേ, എടോ, മുന്നോട്ടൊരു കാല് വെക്കണമെങ്കിൽ ആരെങ്കിലും അതൊന്ന് തുടങ്ങി വെക്കണം. ഇപ്പൊ രാധിക അത് തുടങ്ങി വെച്ചു. ഒരു നല്ല കാര്യമായതുകൊണ്ട് നമുക്കത് അഡ്മിറ്റ് ചെയ്യാം. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്റെ സെറ്റിൽ ഒരു വേർതിരിവില്ല. താൻ അവിടെ പോയി എന്റെ ഫുഡിങ് എടുത്തോണ്ട് വാ, ഞാനും ഇവിടെ ഇരുന്ന് കഴിക്കാം. ശരി സാർ. താങ്ക് യു രാധിക. ഒരു പുതിയ സിസ്റ്റം ഓപ്പൺ ആവട്ടെ. ഞങ്ങളെ ആരും ഇതുവരെ ഇങ്ങനെ പരിഗണിച്ചിട്ടില്ല. അതിന് നിങ്ങൾക്ക് എന്താ കുറവ്? ഒരു കുറവുമില്ലേ, നമ്മളൊക്കെ ഒരുപോലെ. അമ്മയുടെ സ്നേഹവും കാരുണ്യമൊക്കെ അതുപോലെ കിട്ടിയിട്ടുണ്ട് മോക്ക്. ഓരോ നിമിഷവും ഓരോ പ്രവൃത്തിയിലൂടെ അവൾ എന്നെ സന്തോഷിപ്പിക്കുക ഏട്ടത്തി. മനുഷ്യത്വത്തിന്റെ കാര്യത്തില് മോൾ അമ്മയെക്കാളും ഒരുപടി കൂടുതലേ ഉള്ളൂ. അവള് കണ്ട് ശീലിച്ചതൊന്നും അവള് മറക്കാതിരിക്കട്ടെ. എടുത്തി, ഇനി നമുക്ക് പോവാം. അതെന്ത് പറ്റി? അല്ല, പോകാം. ഹലോ ഇച്ചു. ആ കിട്ടി. ആ പ്രതാപൻ ക്രിസ്റ്റി. ഓക്കെ, ഞാൻ അവരെ ചെന്ന് കണ്ടോളാം. ശരി, ഓക്കെ.
വിളിക്കാം വിളിക്കാം. വരണേ. ആ നീ എന്താ ഇവിടെ? ഇതുവഴി പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. ആലോചിച്ചപ്പോൾ വരുൺ ഇവിടെ ഉണ്ടല്ലോ. ആ പിന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരാൾ തന്നെയല്ലേ അഭിനയിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറാന്ന് കരുതി. ആ അതെന്തായാലും നന്നായിടാ. നീ വാ, ഞാനേ ഡയറക്ടറെ പരിചയപ്പെടുത്തി തരാം. വാ. ഓക്കെ നീ കഴിച്ചിട്ടാണോ വന്നേ? ഓക്കെ. രാധിക, നെക്സ്റ്റ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ സിനിമയുടെ ക്ലൈമാക്സ് പോർഷനാണ്. എല്ലാ തെറ്റിദ്ധാരണകളും അവസാനിച്ചതിന് ശേഷം നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തുന്നു. എന്നാൽ ഇതേ സമയത്ത് നിങ്ങളുടെ എതിരാളികളായ അജിത്തും സംഘവും നിങ്ങളെ പിന്തുടർന്നെത്തുന്നു. അവരുടെ ഉദ്ദേശം നിങ്ങൾ അപകടപ്പെടുത്തുക എന്നതാണ്. അവിടെ നടക്കുന്ന ഫൈറ്റിന്റെ ഒടുവിൽ വില്ലന്മാരിൽ ഒരാൾ ഹീറോയിനെ വെള്ളച്ചാട്ടത്തിലേക്ക് തള്ളിയിടുന്നു. നായികയെ രക്ഷിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് നായകൻ അയാളോടൊപ്പം കുതിക്കുന്നു. നിങ്ങളുടെ കൈ രണ്ടും ചേരുന്ന ആ ഷോട്ടിന്റെ ആ ഭാഗത്തായിട്ട് നമ്മൾ സിനിമ നടത്തുകയാണ്. രാധികയ്ക്ക് പേടിയുണ്ടോ? എല്ലാരും പേടിക്കുന്ന കാര്യങ്ങളൊക്കെ എനിക്കും പേടിയുണ്ട് സർ. പക്ഷേ സിനിമയിൽ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ. ദാറ്റ് ഈസ് എ സ്പിരിറ്റ്. ഓക്കെ ദെൻ എല്ലായിടവും സെറ്റ് ചെയ്തോളൂ. ഓക്കെ രാധിക. സാർ ഇതേ എന്റെ ചെറിയച്ഛന്റെ മോനാ ഗൗതം. ഹായ്. ആ ഹലോ. സിനിമയോട് താല്പര്യമുള്ള കൂട്ടത്തിലാണോ? സിനിമയോട് താല്പര്യമുണ്ട്, പക്ഷേ സിനിമയിലേക്ക് ഇറങ്ങാൻ താല്പര്യമില്ല. ഓക്കെ വരും, എനിക്ക് അവിടെ ഒന്ന് സെറ്റ് ചെയ്യാം. സാർ ശരി. വാടാ. രാധിക തന്റെ ഷൂട്ട് കാണാൻ വന്നതാ. എടാ നല്ല ഉഗ്രം പെർഫോമർ ആടോ രാധിക. രാധിക ഗംഭീരമാക്കണം. പടം പുറത്തിറങ്ങി അത് ഹിറ്റായി കഴിഞ്ഞാ കണിമംഗലത്തുകാർക്ക് അതൊരു പേരാ. എടോ ഈ വെള്ളച്ചാട്ടത്തിൽ ഷൂട്ട് എന്നൊക്കെ പറയുമ്പോ സൂക്ഷിക്കണം കേട്ടോ. എന്തെങ്കിലും പറ്റണമെന്ന് ദൈവം തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പറ്റും. എനിക്കത് തുടച്ചു മാറ്റാൻ പറ്റില്ലല്ലോ. പറ്റും. ഇത് ഞാൻ തേടിയൊരു അവസരമാണ്.